ലോകകപ്പ് തന്നെ ബഹിഷ്കരിക്കും എന്ന് വീമ്പ് പറഞ്ഞ പാകിസ്ഥാൻ അടുത്ത ദിവസം തന്നെ ലോകകപ്പ് ടീമിനെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യൻ ടീമിനെതിരെ കളിക്കില്ല എന്ന് നിർബന്ധം പിടിച്ച പാകിസ്ഥാൻ ഞങ്ങൾ കളിക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും ചെയ്തിരിക്കുന്നു. ബംഗ്ലാദേശിനെ പിന്തുണച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യക്കെതിരെയുള്ള ലോകകപ്പ് മാച്ച് ഉപേക്ഷിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. പറയുന്ന വാക്കിന് ഒരു വിലയും നൽകാത്തവരായതുകൊണ്ട് തന്നെ നമുക്കറിയാമായിരുന്നു ഒരു നാണവും മാനവും ഇല്ലാതെ ഇന്ത്യക്കെതിരെ കളിക്കാൻ അവർ സമ്മതിക്കുമെന്ന്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കളിക്കാൻ സമ്മതിച്ചിരിക്കുകയാണ്. കളിച്ചില്ലെങ്കിൽ നല്ല 8ന്റെ പണി കിട്ടുമെന്ന് PCBക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു. ഒരു രാജ്യവും പാകിസ്ഥാനിലേക്കോ പാകിസ്ഥാൻ മറ്റൊരു രാജ്യത്തേക്കോ ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ പറ്റാത്ത രീതിയിൽ ICC ബാൻ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ശരിക്കും ആസായിരിക്കുന്നത് ബംഗ്ലാദേശാണ്. ഞങ്ങളില്ലേ ലോകകപ്പേ നടക്കില്ല എന്ന മട്ടിലായിരുന്നു ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് പെരുമാറിയത്. ഇപ്പോൾ ബംഗ്ലാദേശ് ഇല്ലാഞ്ഞിട്ട് കൂടി ഒരു കോട്ടവുമില്ലാതെ ലോകകപ്പ് മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല മുന്നത്തേക്കാൾ കൂടുതൽ ആവേശമുള്ള മത്സരങ്ങൾ നിറഞ്ഞ ലോകകപ്പായി ഇത് മാറുകയും ചെയ്തു. കുഞ്ഞൻ ടീമുകൾ എന്നൊക്കെ കരുതിയ ടീമുകൾ അവരുടെ വിശ്വരൂപം പുറത്തെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ബംഗ്ലാദേശ് കളിക്കാത്തത് കൊണ്ട് നഷ്ടം അവർക്ക് മാത്രമായി മാറിയിരിക്കുന്നു. ഈ ലോകകപ്പിലെ വരുമാനത്തിൽ നിന്ന് ഒരു പൈസ കൂടി അവർക്ക് കിട്ടുകയില്ല. മാത്രമല്ല ഇപ്പോൾ ബംഗ്ലാദേശ് കളിക്കാരും രാഷ്ട്രീയ നേതാക്കളും അവിടെ ഈ വിഷയത്തിൽ തമ്മിൽ പോരടിക്കുകയുമാണ്. അതൊക്കെ പോട്ടെ, നമുക്ക് പാകിസ്ഥാന്റെ നാണം കെട്ട തിരിച്ചുവരവിനെ പറ്റി കൂടുതൽ അറിയാം. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കളിക്കണമെങ്കിൽ ചില നിബന്ധനകൾ ICCക്ക് മുന്നിൽ വെച്ചിരുന്നു. അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം. ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ചേരുന്ന ഒരു ത്രിരാഷ്ട്ര മത്സരം നടത്തണം. ഇത് പറയാൻ കാരണം പണം തന്നെയാണ്. ഇന്ത്യക്കെതിരെ കളിക്കാൻ കഴിഞ്ഞാൽ PCBക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കും. പക്ഷേ അത് BCC തീരുമാനിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞ് ICC കൈയൊഴിഞ്ഞു. മറ്റൊരു കാര്യമാണ് ലോകകപ്പിൽ നിന്നും പിന്മാറിയ ബംഗ്ലാദേശിന് ലോകകപ്പിൽ കിട്ടുന്ന ലാഭം പങ്കിടണം എന്നത്. അത് നടക്കില്ല എന്ന് ICC പറഞ്ഞിട്ടുമുണ്ട്. അതിന്റെ പ്രധാന കാരണം സ്വന്തം നിലയിൽ പിന്മാറിയ ബംഗ്ലാദേശിന് ഇനി ലാഭം നൽകേണ്ടതില്ല എന്നതായിരുന്നു. മാത്രമല്ല മത്സരത്തിൽ നിന്നും പിന്മാറിയതിന് ബംഗ്ലാദേശിനെതിരെ നടപടിയെടുക്കും എന്നുകൂടി ICC പറഞ്ഞു വെക്കുന്നു. അടുത്ത നിബന്ധനയാണ് ഇന്ത്യൻ കളിക്കാർ പാകിസ്ഥാന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം എന്നത്. ഞങ്ങളെ നാണം കെടുത്തുന്ന ഒരു നടപടികളും ഇന്ത്യ എടുക്കാൻ പാടില്ല എന്നും പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചു. അതിനും ഉറപ്പ് കൊടുക്കാൻ ICC നിന്നിട്ടില്ല. കാരണം അത് ഇന്ത്യൻ രാഷ്ട്രീയ പ്രശ്നമായതുകൊണ്ട് തന്നെ അതിൽ തീരുമാനമെടുക്കാൻ ICC ആളല്ല. കളിക്കുമ്പോൾ ഞങ്ങളെ തോൽപ്പിക്കാൻ പാടില്ല, ഞങ്ങളെ സിക്സർ അടിക്കാൻ പാടില്ല എന്നൊക്കെ കൂടി പറയാമായിരുന്നു, അല്ലേ? എല്ലാ ആവശ്യവും തള്ളിയിട്ടും പാകിസ്ഥാൻ കളിക്കാൻ തയ്യാറായത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിലെ പ്രധാന കാരണം കളിക്കാതിരുന്നാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് എന്നേക്കുമായി അവസാനിക്കുമെന്ന തിരിച്ചറിവാണ്. മാത്രമല്ല ICC കൊടുക്കുന്ന വാർഷിക വരുമാനം ഇല്ലാതെയാവുകയും ചെയ്യും. ഇതൊക്കെ അവർക്ക് നന്നായി തന്നെ അറിയാം. പക്ഷേ അങ്ങനെയൊന്നും കരുതണ്ട, പാകിസ്ഥാൻ തോറ്റിട്ടൊന്നുമില്ല. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റായ നഖ്വി ഇതിനൊരു കാരണം പറഞ്ഞിട്ടുണ്ട്. അത് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റായ ഷമ്മി സിൽവയുടെയും UAE ക്രിക്കറ്റ് ബോർഡിന്റെയും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെയും ഒക്കെ അഭ്യർത്ഥന മാനിച്ചാണ് ഞങ്ങൾ കളിക്കാൻ തീരുമാനിച്ചത് എന്നാണ്. ഇതൊക്കെ എപ്പോ നടന്നു എന്ന് ആർക്കും അറിയില്ല. കാരണം ഇങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തിയതായി ഒരു പത്രത്തിലും ചാനലിലും വന്നിട്ടുമില്ല. കളിക്കണം, മാനം രക്ഷിക്കണം, അതിനൊരു കാരണം മാത്രമായി ഇതിനെ എടുത്താൽ മതി. ഇനി ICCയുമായുള്ള ചർച്ചയിൽ പാകിസ്ഥാന് നൽകിയ ചില ഓഫറുകൾ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അടുത്ത അണ്ടർ-19 ലോകകപ്പിന്റെ ആതിഥേയത്വം ബംഗ്ലാദേശിന് നൽകുന്ന കാര്യം ICC പരിഗണിക്കുമെന്നതാണ് ആദ്യത്തേത്. 2028നും 2031നും ഇടയിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ICC ടൂർണമെന്റും ബംഗ്ലാദേശിന് നൽകാമെന്നും വാക്കുകൊടുത്തു. മാത്രമല്ല ICCയുടെ വാർഷിക വരുമാന വിഹിതത്തിൽ നിന്നും ബംഗ്ലാദേശിനെ ഒഴിവാക്കുകയില്ല എന്നും ICC വാക്കുകൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ലോകകപ്പിലുള്ള ലാഭവീതം ഒരിക്കലും അവർക്ക് ലഭിക്കുകയുമില്ല. എന്തായാലും പാകിസ്ഥാന്റെ ബഹിഷ്കരണ ഭീഷണി പിൻവലിച്ചതോടെ ക്രിക്കറ്റ് ലോകം കാത്തിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ്. രാഷ്ട്രീയ തർക്കങ്ങൾക്കിടയിലും ലോകകപ്പിലെ ഏറ്റവും വലിയ ഗ്ലാമർ പോരാട്ടം മുടങ്ങില്ലെന്ന് ഉറപ്പായതോടെ ബ്രോഡ്കാസ്റ്റർമാരും ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്ന ആരാധകരും വളരെ ആവേശത്തിലാണ്. പാകിസ്ഥാൻ ആരാധകർക്കും ഒരു ആശ്വാസ വാർത്തയുണ്ട്. അഭിഷേക് ശർമ്മയ്ക്ക് പനിയായതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഘട്ടത്തിലെ മറ്റു മത്സരങ്ങൾ കളിക്കില്ല എന്ന് പറയപ്പെടുന്നു. ലോകകപ്പിൽ കളിക്കാൻ ഇന്ത്യ പാകിസ്ഥാനോട് അനൌദ്യോഗികമായി അപേക്ഷിച്ചു എന്നൊരു ന്യൂസും പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. കള്ളം പരത്തുക, അതിന്റെ ക്രെഡിറ്റ് അടിക്കുക എന്നത് ഇപ്പോൾ PCBയും ഏറ്റെടുത്തിരിക്കുകയാണോ? എന്തായാലും ഇന്ത്യക്ക് അങ്ങനെ ഒരു നീക്കത്തിന്റെ ആവശ്യമില്ല എന്ന് നമുക്ക് വ്യക്തമായി തന്നെ അറിയാം.